കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശാസ്താംകോട്ട ബ്ലോക്ക് സമ്മേളനം നടത്തി. ആദരവ്, അനുമോദനം എന്നിവയും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശാസ്താംകോട്ട ബ്ലോക്ക് സമ്മേളനമാണ് നടത്തിയത്. വയോജന കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ബന്ധപ്പെട്ട ഏറ്റവും അവസാനമായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു വയോജന കമ്മീഷന്റെ പരിഷ്കരിച്ച നയം, ഈ ഗവൺമെന്റ് നയം അത് സമഗ്രമായി അതിന്റെ കരട് തയ്യാറാക്കി അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം എല്ലാം കൊടുത്ത് അതിപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭ അംഗീകരിച്ച് അതിന്റെ കോപ്പികൾ നമുക്ക് മുമ്പിൽ ലഭ്യമാണ്. ബ്ലോക്ക് പ്രസിഡന്റ് ജി ശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. എന്തൊക്കെ ആയിക്കൊള്ളാം എന്ന് കരുതി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ കൂടാരങ്ങളിൽ നിന്നുകൊണ്ട് പടച്ചുവിടുന്ന കുറേയേറെ സംഘടനകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം പല സമരവും ബഹളവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അവസരമാണ് നമ്മൾ കണ്ടത്. ഈ ഒരു കഴിഞ്ഞ വർഷം മിക്കവാറും വലിയ മാധ്യമങ്ങൾ നോക്കിയാൽ, ഊർഷ മാധ്യമങ്ങൾ എന്നൊക്കെ നമ്മളൊക്കെ ചിലരൊക്കെ പറയുമെങ്കിൽ ആ മാധ്യമങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളുമാണ്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി മോഹനൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ബി ഷാജി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആർ വാമദേവൻ നായർ സ്വാഗതം പറഞ്ഞു. വയോജന കമ്മീഷൻ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ സോമപ്രസാദിനെയും പെൻഷൻ സംഘടനയുടെ സംസ്ഥാന അപ്പീൽ കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശിവശങ്കരപിള്ളയെയും KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം വി ഗിരിജാദേവി ആദരിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം എ രവീന്ദ്രൻ അനുമോദനം നിർവഹിച്ചു. ബ്ലോക്ക് സാംസ്കാരിക വേദി ചെയർമാൻ ചവറ KS പിള്ള പ്രസംഗിച്ചു. KSSPU കൊല്ലം ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.